പടയെ പേടിച്ച് പന്തളത്തുനിന്നപ്പോൾ പന്തം കൊളുത്തി പാടാന്ന് കേട്ടിട്ടേ ഉള്ളൂ. അതുപോലത്തെ സിറ്റുവേഷനാണ് ഗൈസ് ഇപ്പോൾ ദുബായിലേക്ക് വരുന്നവർക്കും ഇനി ദുബായിലേക്ക് വരാൻ പോകുന്നവർക്കും. ഹലോ ഗൈസ്, ഞാനിപ്പോൾ എൻ്റെ സിറ്റുവേഷൻസ് മനസ്സിലാക്കിയിട്ട് എനിക്കുണ്ടായ അനുഭവങ്ങൾ ഞാൻ ഷെയർ ചെയ്തത്. ഇപ്പോൾ ദുബായിലേക്ക് വരുന്നവരായാലും ഇനി ദുബായിലേക്ക് വരാൻ പോകുന്നവരായാലും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ജോബ്. ഒരു വാറ് വന്നതോടുകൂടി ഒരു 8 വർഷം ജോലി ചെയ്തവരുടെ ജോലി പോലും ഈ ഒരു വെള്ളത്തിൽ വരച്ച വര പോലെ നിൽക്കുക. അതായത് ഒരു കൺഫർമേഷനും ഇല്ല, എപ്പോൾ വേണോ അവരെ പറഞ്ഞു വിടാം. അങ്ങനെയുള്ള ഈ സിറ്റുവേഷനിലാണ് നിങ്ങൾ വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ വന്നവർ അനുഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഹയറിങ് സമ്മർ സീസൺ ആയതുകൊണ്ട് വളരെ കുറവാണ്. മാത്രമല്ല വാറിന്റെ പേരിൽ ഒരുപാട് പേരെ ഇപ്പോൾ ജോലിക്ക് ഹയർ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നാട്ടിൽ 10-20 സാലറി കിട്ടിയിട്ട് ഹാപ്പി ആയിട്ട് ഫാമിലിയുടെയും ഫ്രണ്ട്സിന്റെയും കൂടെ അടിച്ചു പൊളിച്ച് ജീവിച്ച ജീവിതം ഇവിടെ വന്ന ശേഷം ആരാ എന്താ ഏതാ ഒന്നും അറിഞ്ഞുകൂടാതെ കുറച്ച് പേരുടെ സ്പെൻഡ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്ന ക്യാഷ് മൊത്തം ഇവിടെ ചിലവാക്കി, അതായത് സാലറി കിട്ടുന്നതിൽ 3/4 പങ്കും ഇവിടെ നമുക്ക് ചിലവഴിക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് നുള്ളി പറക്കി നാട്ടിലോട്ട് അയച്ച് ജീവിക്കേണ്ട ജീവിതം ചുമ്മാ അടിച്ചു പൊളിച്ച് നാട്ടിൽ ജീവിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. കേട്ടറിവിനേക്കാൾ വലുതാണല്ലോ കണ്ടറിവ്, അതായത് അനുഭവം ഗുരു. നമ്മളിവിടെ വന്നതിന് ശേഷം ഞാൻ അനുഭവിച്ച കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.